കിച്ചൺ സ്പോഞ്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാവരും വീട്ടിലെ പാത്രങ്ങൾ കഴുകാനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കിച്ചൺ സ്പോഞ്ച്. പുതിയ പഠനങ്ങൾ പറയുന്നത് ടോയ്ലറ്റ് സീറ്റിനേക്കാളും ധാരാളം ബാക്ടീരിയസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് കിച്ചൺ സ്പോഞ്ച് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. നമ്മളെല്ലാവരും എന്താ ചെയ്യുക, പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നനവോടുകൂടി നമ്മൾ ആ സ്പോഞ്ചിനെ അങ്ങനെ വെക്കും. ഇതിലൂടെ അതിൽ ധാരാളം സാൽമണല്ലേ, ഈക്കോലൈ എന്നീ പറയുന്ന ബാക്ടീരിയസ് ധാരാളം വളരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുതിയ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ എന്താ ഉണ്ടാകുക, ഈ ബാക്ടീരിയാസ് കുറച്ചൊക്കെ അതിലുണ്ടാകും. ഇത് നമ്മൾ എന്നും ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് കഴിക്കുകയാണ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് വയറിലെ വേദന, ഛർദി, അതുപോലെ തന്നെ വയറിളക്കം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും നമ്മൾ സ്പോഞ്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും നമ്മൾ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് സ്പോഞ്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനും കൂടി നമ്മൾ നോക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് കൂടി നോക്കണം. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പലരും അബ്രോഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കും, ബാച്ചിലേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം. എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. സോ സ്റ്റേ ഹെൽത്തി.